ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചെറിയൊരു യാത്ര പോവാണ്, ഒന്ന് ബാംഗ്ലൂർ വരെ പോവാണ്. സോ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചാർമാടി എന്നൊരു ചുരത്തിലാണ്. സോ നമുക്ക് മുകളിലോട്ട് നോക്കിയാൽ കാണാം കുറച്ച് മഴക്കാറൊക്കെ ഉണ്ട്. മഴ പെയ്യാനുള്ള സാധ്യത കുറച്ചൊക്കെ ഞാൻ കാണുന്നുണ്ട്. സോ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് റൌഫാണ്. സോ നമ്മൾ രണ്ടുപേരാണ് പോകുന്നത്. സോ വണ്ടിയിൽ കുറച്ച് ലഗേജ് ഉണ്ട്. സോ ഈ കാണുന്ന സ്കൂട്ടറിലാണ് പോകുന്നത്. അപ്പം ഇതൊരു കുറച്ച് മെയിനായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ്. അവിടെ ഒരുപാട് വണ്ടികൾ നമുക്ക് അങ്ങ് ദൂരെ നിർത്തിയിരിക്കുന്ന കാണാം. സോ മുകളിൽ നല്ല മഴക്കാറുണ്ട്. സോ ഇന്ന് കുറച്ച് വെയിൽ കുറവാണ്, അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു തണുത്ത ക്ലൈമറ്റാണുള്ളത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12 മണി കഴിഞ്ഞ് 1 മണി അടുത്ത് ആവാറായി അല്ലേ? 1 മണി കഴിഞ്ഞില്ല, 1 മണി അടുത്ത് ആവാറായി. ഇവിടെ നിന്ന് ബേലൂർ വെച്ച് പിടിച്ച് ഹാസന വഴിയാണ് പോകുന്നത്. അപ്പോൾ ബേലൂരിൽ ഒരു സംഭവമുണ്ട്. സോ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത ശേഷം നല്ല വിശപ്പുമായി തുടങ്ങി. ഫുഡ് കഴിച്ചിട്ട് നേരെ വിട്ടത് ബേലൂരിലോട്ടാണ്. ഈ കാണുന്നതാണ് ബേലൂരിലെ ചെന്നക്കേശവ ടെമ്പിൾ. AD 1117 കാലഘട്ടത്തിലാണ് വിഷ്ണുവർദ്ധനാണ് ഈ ഒരു ടെമ്പിൾ പണിയിപ്പിച്ചിരിക്കുന്നത്. ഹൊയ്സലരുടെ ക്യാപിറ്റൽ ആയിരുന്നു ബേലൂർ. പിന്നീട് അത് ദ്വാരസമുദ്രത്തോട്ട് മാറി, അതായത് ഇപ്പോഴത്തെ ഹളബീഡിലോട്ട്. ചെന്നക്കേശവ ക്ഷേത്രം കല്ലിൽ നിർമ്മിച്ച മികച്ച കലാസൃഷ്ടിയുടെ ഉത്തമ ഉദാഹരണമാണ്. ഈ ഒരു ടെമ്പിൾ കോംപ്ലക്സിൻ്റെ ഉള്ളിൽ ഏകദേശം 5 ടെമ്പിൾ ആണ് ഉള്ളത്. ഈ ഒരു ടെമ്പിളിൻ്റെ വാളുകൾ ഏകദേശം 80-ലധികം മതാനിക സ്കൾപ്ചേഴ്സ് ആണ് ഉള്ളത്. അതായത് ഡാൻസിങ് ചെയ്യുന്നത്, ഹണ്ടിങ് ചെയ്യുന്നത്, അതുപോലെയുള്ള ഒരുപാട് കൊത്തുപണികൾ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വാളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഷിവമോഗ ജില്ലയുടെ കല്യാണ ചാലുക്യ കലയുടെ കേന്ദ്രമായ ബല്ലിഗാൻവേ എന്നുള്ള ആർട്ടിസ്റ്റായ ദസോജയും ചാവണയും ചേർന്നാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഒരുപാട് കലാകാരന്മാരുടെ ഒരുപാട് കലാസൃഷ്ടികൾ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വാളിൽ കാണാൻ സാധിക്കും. ഓരോ ക്ഷേത്രത്തിൽ കൊത്തുപണികൾ ചെയ്തിരിക്കുന്ന ഓരോ കൊത്തുശിലകൾ നമുക്ക് കാണാൻ നേരത്ത് പെട്ടെന്ന് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. സോ ഓരോ കൊത്തുപണികളോട് പണിതിരിക്കുന്ന ഓരോ കൊത്തു ശില്പങ്ങൾ പല അർത്ഥങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ക്ഷേത്രം പലതവണയായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, പല തവണയായിട്ട് റിനോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നാലും ഇത്രയും നന്നായിട്ട് സൂക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിന് എൻട്രി ഭാഗത്ത് കാണുന്ന ഒരു കുളമാണ്. ഈ ഒരു കുളത്തിൽ നമുക്ക് ഒരുപാട് ആമയും മീനൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ടെമ്പിളിൻ്റെ കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത് ബേലൂർ നഗരത്തിലെ മധ്യഭാഗത്തിലാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 220 കിലോമീറ്ററും ഹാസന എന്നൊരു ഡിസ്ട്രിക്റ്റിൽ നിന്നും ഏകദേശം 40 കിലോമീറ്ററുമാണ് ഈ ഒരു ക്ഷേത്രത്തിലോട്ടുള്ള ഡിസ്റ്റൻസ്. അവിടെ നിന്ന് ഒരുപാട് ദൂരം വന്ന് ഇപ്പോൾ ഉള്ളത് ഒരു കാടിൻ്റെ നടുവെയാണ്. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ മേഘമാണ്, അതായത് മഴക്കാറാണ്. യാതൊരു നിമിഷം മഴ വരും എന്നുള്ള രീതിയിലാണ്. പക്ഷേ ചെറുതായിട്ട് വരുന്ന വഴിക്ക് മഴ തുള്ളികളൊക്കെ വീണ് ഒരു ഭാഗത്ത് മഴയൊക്കെ ഓൾറെഡി വന്ന് നനഞ്ഞിരിക്കുമായിരുന്നു. റോഡ് കുറച്ച് സ്ലിപ്പറി ആയിരുന്നു. സോ ഇപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ദൂരം വന്നു. ഇപ്പോൾ ഉള്ളത് ഞാൻ ബേലൂർ ഹളബീഡു ആ ഒരു വഴിയുടെ നടുക്കൊരു കാട് കിട്ടി. ചെറിയൊരു കാടാണ്. അപ്പോൾ ഉള്ളിലോട്ടൊന്ന് കയറി നിർത്തിയതാണ്. ഇവിടെ നിന്ന് ഹളബീഡ് വഴി ഹാസന ഹൈവേ പിടിച്ച് നാഷണൽ ഹൈവേ 75 പിടിച്ചിട്ട് ബാംഗ്ലൂർ, അങ്ങനെയാണ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സമയം 3:30 ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി ഏകദേശം ഒരു 250 കിലോമീറ്ററും കൂടെ ഉണ്ട് ബാംഗ്ലൂരിലോട്ട്. ഹൊയ്സലയുടെ രണ്ടാമത്തെ ക്യാപിറ്റലായിരുന്ന ഹളബീഡിലോട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. ഏകദേശം 17-18 കിലോമീറ്ററോളം ഉള്ളൂ ബേലൂരിൽ നിന്ന് ഹളബീഡിലോട്ട്. നേരത്തെ നീ ബേലൂരിൽ പോയില്ലേ, ചെന്നക്കേശ്വര ടെമ്പിൾ, അതിനും ഇതിനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? അല്ലേ? സോ ഈ ഒരു ഭാഗം നല്ല ഗ്രീനറി അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഹൊയ്സലേശ്വര ടെമ്പിൾ ഹളബീഡു. ബേലൂരിലെ ഹൊയ്സലയുടെ ചെന്നക്കേശ്വര എന്നൊരു ടെമ്പിളും ഹളബീഡിലെ ഈ ഒരു ദ്വാരസമുദ്രം എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലവും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ ഉൾപ്പെട്ടതാണ്. ബേലൂരിലെ ചെന്നക്കേശ്വര ടെമ്പിളിൻ്റെ ആ ഒരു കോംപ്ലക്സിൽ നിന്നും ഒട്ടേറെ വ്യത്യസ്തമുണ്ട് ഈ ഒരു ഹളബീഡിലെ ദ്വാരസമുദ്ര എന്ന് അറിയപ്പെടുന്ന ഈ ഒരു ഹൊയ്സലേശ്വര ടെമ്പിൾ. ഒട്ടേറെ വിദേശീയരെ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ഇത്രയ്ക്കും ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇന്ത്യയിലെ പല കൾച്ചർ 1000 വർഷങ്ങൾക്ക് മുൻപുള്ള പല കാര്യങ്ങളും വിദേശീയർക്ക് ഇവിടെ വന്ന് പഠിക്കാൻ സാധിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഗൈഡുമാരെ കിട്ടും. സോ ഗൈഡുമാരെ നമുക്ക് പിടിക്കുവാണെങ്കിൽ അവർ ഇംഗ്ലീഷും ഹിന്ദിയും കന്നഡയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ ഹിന്ദി മനസ്സിലാവണമെങ്കിലും ഓക്കെ, ഇംഗ്ലീഷ് ആണെങ്കിലും ഓക്കെയാണ്. എത്ര വർഷം എടുത്ത് കാണുമെന്നാണ് ഏകദേശം 2-3 തലമുറകൾ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ ഹളബീഡ് വലിയ സിറ്റിയാടാ. പണ്ട് വലിയ സിറ്റിയാണ്. ഇപ്പം ഇതാണ് ഇത്. പക്ഷെ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല ഇവിടെ ഈ ഒരു ഭാഗത്ത് നേരിട്ട് കാണുന്നേക്കാളും ഇത് ഫോട്ടോയിൽ ഇതിൽ കാണുന്ന വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്.
മാത്രമല്ലാണ്ട് അതെന്താണ് അതിലേക്ക് കുറച്ച് സോ ഇവിടെയുള്ള ഓരോ കൊത്തുപണികളുണ്ടാവുമല്ലോ, ഈ ഒരു ക്ഷേത്രത്തിന് പുറത്ത് കാണുന്ന ഈ ഒരു കൊത്തുപണികൾ, ഓരോ ആർക്കിടെക്ചർ ഞാൻ പറഞ്ഞില്ല 2-3 തലമുറകൾ എന്താ പറയുക, അവരുടെ 2-3 തലമുറകൾ കടന്നിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ ഓരോ ആർക്കിടെക്ചറുടെ എന്താ പറയുക, അവർക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഇതിലാണ് ഇത് ഫിനിഷ് എന്താ പറയുക ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു ആർക്കിടെക്ചർ മഹാഭാരത എന്താ പറയുക അതിലേതെങ്കിലും ഒരു ക്യാരക്ടർ എന്താ പറയുക ഇൻസ്പയർഡ് ആയിട്ട് ആ ഒരു ക്യാരക്ടറിൻ്റെ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളായിരിക്കും അവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. ಯಾವುದು ಯೂಟ್ಯೂಬ್ ಪರ್ಮಿಷನ್ ಬೇಕಾ ಅಂದರೆ ಗೊತ್ತಾಗಲಿಲ್ಲ. ನಾರ್ಮಲ್ ವಿಡಿಯೋ ಮಾಡೋದಾದ್ರೂ ಕೂಡ ನಾರ್ಮಲೇ ಮಾಡ್ತಾರೆ ಅಲ್ಲ, ಸೋಷಿಯಲ್ ಮೀಡಿಯಾ ಅಲ್ಲ, ಇಲ್ಲಿ ಯಾರು ವಿಡಿಯೋ ಮಾಡಿದ್ರು ಕೂಡ ಸೋಷಿಯಲ್ ಮೀಡಿಯಾದಲ್ಲ ಪೋಸ್ಟ್ ಮಾಡೋದು, ಅದು ನಾರ್ಮಲ್ ಅಲ್ವಾ? ಇದು ಡಾಕ್ಯುಮೆಂಟ್ರಿ ಅಲ್ಲ, ನಾರ್ಮಲ್ ಟ್ರಾವೆಲ್ ಲಾಗಲ್ಲೇ ಇನ್ಕ್ಲೂಡೆಡ್ ಅಷ್ಟೇ. ಅಂದರೆ ಇದ್ರ ಬಗ್ಗೆನೇ ವಿಡಿಯೋ ಮಾಡ್ತಿಲ್ಲ, ಟ್ರಾವೆಲ್ ಅಲ್ಲಿ ಹೋಗ್ತಿರುವಾಗ ಜಸ್ಟ್ ಅಷ್ಟೇ ಅಷ್ಟೇ, ಇದ್ರ ಬಗ್ಗೆ ಡಾಕ್ಯುಮೆಂಟ್ರಿ ಅಲ್ಲ ಅಂತ, ಡಾಕ್ಯುಮೆಂಟ್ರಿ ಮಾಡ್ತೀವಿ ಇದನ್ನೇ ಫೋಕಸ್ ಮಾಡಿ ಅಲ್ಲ ಅಂತ. ನಮ್ಮ ಹತ್ರ ಡಾಕ್ಯುಮೆಂಟ್ರಿ ಅದು ಇದು ಉಂಟು, ಅದೇ ಇದ್ರ ಬಗ್ಗೆ ಡಾಕ್ಯುಮೆಂಟ್ರಿ ಇಲ್ಲ, ಟೋಟಲ್ ಟ್ರಾವೆಲ್ ಮಾಡ್ತಿರುವಾಗ ಇದಷ್ಟೇ. ಹಾಗೆ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ട്രാവൽ ചെയ്യാൻ നിർത്തി, നമ്മളൊരു യാത്ര പോവുകയാണ്, ആ യാത്രയുടെ നടുക്ക് വെച്ച് കണ്ടുമുട്ടിയ ഒരു സ്ഥലമാണ് ഇത്. വീഡിയോ ഷൂട്ട് ചെയ്യാനല്ല, അതിന് സെപ്പറേറ്റ് പെർമിഷൻ വേണം, പെർമിഷൻ എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിന് മുമ്പ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്ന് പറഞ്ഞു. ഇതിനേക്കാൾ മുമ്പ് ഞാൻ വന്നപ്പോൾ ഷൂട്ട് ചെയ്തു, അപ്പം റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, പിന്നെ യാതൊരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻ ബോർഡും ഇല്ല. പെർമിഷൻ എടുക്കണമെന്ന് പറഞ്ഞു സ്പെഷ്യലി. അതിപ്പോൾ നമ്മൾ ഡോക്യുമെൻ്ററി എന്ന രീതിയിലല്ലല്ലോ ചെയ്യുന്നത്. ഈ ഹളബീഡു പിന്നെ ഈ ഒരു ബേലൂരിലെ ചെന്നകേശ്വര ടെമ്പിൾ രണ്ട് വ്യത്യാസം എന്ന് പറയുമ്പോൾ അത് ഏകദേശം എന്താ പറയുക വെൽ മെയിൻറ്റൈൻഡ് അല്ല എന്ന് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗം കുറച്ച് മെയിൻറ്റൈൻഡ് ആണ്, ഗാർഡനൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളാണ്. സോ ഇവിടെ നമുക്ക് ഇങ്ങോട്ട് പോകാൻ നേരത്ത് ഒരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു മ്യൂസിയം കാണാം നമുക്ക്. പഴയ ചില തകർന്നു പോയ, അതായത് ഈ ഒരു ഭാഗത്തായിരുന്നു പാലസും ഉണ്ടായിരുന്നത്. അപ്പോൾ പല ക്ഷേത്രങ്ങളും ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ പല ക്ഷേത്രത്തിന് തകർന്നു പോയ പല സംഭവങ്ങളൊക്കെ ഇവിടെ എന്താ പറയുക മ്യൂസിയമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുള്ളത് NH75 നാഷണൽ ഹൈവേ 75 ഹാസന ബംഗളൂർ ഹൈവേ ആണ്. സോ ഇപ്പോൾ ഒരു ഫ്ലൈ ഓവറിന് മുകളിലാണ്, ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലാണ്, ഇവിടെ നിൽക്കാൻ പാടില്ല. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയായിട്ടുണ്ട്. കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പം ഇവിടെ നോക്കാൻ നേരത്ത് ഇവിടെയുള്ള കടകൾ മൊത്തം ചെടിയാണ്. ഇവിടെ കണ്ടില്ലേ, കാട് പോലെ വളർന്നു നിൽക്കുന്നു. അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂവുള്ള ചെടികളാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇപ്പുറേ കണ്ടില്ലേ, ഈ ഒരു ഭാഗം മൊത്തം ഇങ്ങനെയാണ്. ഇവിടെ ഒരു ഫ്യൂൽ സ്റ്റേഷൻ ഉണ്ട്, ഇവിടെ നിന്നാണ് ഇപ്പോൾ പെട്രോൾ അടിച്ചത്. സർവീസ് റോഡിലോട്ടാണ് കയറിയത്. അപ്പോൾ NH75 ഇങ്ങനെ പോകുന്നുണ്ട്, എല്ലാ വണ്ടികളും ചീറി പാഞ്ഞ് പോകുന്നു. ചെറിയ രീതിയിലുള്ള മഴക്കാറുണ്ട്, മഴ പെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു. അയ്യോ, ഞങ്ങൾ വന്ന വഴി മൊത്തം എന്താ പറയുക ഇങ്ങനെ മഴക്കാറായിരുന്നു. അപ്പം വരാൻ നേരത്ത് മഴക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തുള്ളിത്തുള്ളി വീണുണ്ടായിരുന്നു, മഴ പെയ്തില്ല. വന്ന ശേഷം ആ ഭാഗം മൊത്തം മഴ പെയ്തിട്ടുണ്ട്. അപ്പം നാട്ടിലൊക്കെ നല്ല മഴയാണ്. ഈ ഒരു ഹൈവേയിൽ ഇത് ട്രക്ക് ലൈ ബൈ ട്രാക്കാണ് ഇങ്ങോട്ടുള്ളത്. സോ ഇവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല, ക്ലീൻ ഉണ്ടെന്ന് തോന്നുന്നു. ഫ്രണ്ട് ഉള്ളിലോട്ട് പോയിട്ടുണ്ട്, വന്നിട്ട് ചോദിക്കാം. അപ്പോൾ ഇവിടെ ഉണ്ട്, അപ്പുറ സൈഡിലും ഉണ്ട്, കണ്ടില്ലേ. സോ എന്തായാലും ഇത് ഫ്രീ ടോയ്ലറ്റാണ്. NH75 ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പ്യൂരിഫൈഡ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞ് ഇവിടെ കാണാം നമുക്ക്. പക്ഷേ വെള്ളം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വെള്ളം ഉണ്ടല്ലോ, പക്ഷെ പ്യൂരിഫൈഡ് അല്ല, കണ്ടിട്ട് പ്യൂരിഫൈഡ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. വെള്ളം എന്തായാലും ഉണ്ട്. എടാ, ടോയ്ലറ്റ് എങ്ങനെ ക്ലീൻ ഉണ്ടോ? സ്മെല്ലൊന്നും ഇല്ലല്ലോ. ആ, അപ്പോൾ ഇത് ടോയ്ലറ്റ് റിവ്യൂ ഒന്നുമല്ല. സംഭവം എന്ന് വെച്ചാൽ സാധാരണ എല്ലാ ഫ്യൂൽ സ്റ്റേഷനിലും അത്രയ്ക്കും ക്ലീൻഡ് ആയിരിക്കില്ല ടോയ്ലറ്റും ഒക്കെ. സോ ഇങ്ങനെ കാറിൽ പോകുമ്പോൾ നേരത്ത് ഫാമിലി ആയിട്ട് പോകുന്നിടത്തൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ഈ ട്രക്ക് ലൈ ബൈ ട്രാക്കൊക്കെ ഉണ്ടാവില്ല, ട്രക്ക് സൈഡിൽ നിർത്തിയിട്ട് അവരൊക്കെ പറമ്പിൽ പോകാനാണ് സാധാരണ പതിവ്. പക്ഷേ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഇവിടെ ക്ലീൻഡാണ്. മുമ്പൊക്കെ വരുന്നതിനകത്ത് ഇവിടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഇപ്പം ഈവനിങ് ആയതുകൊണ്ട് പോയതായിരിക്കും. സോ
പക്ഷെ കുഴപ്പമില്ല. ബാംഗ്ലൂർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ച് വന്നതാണ്, പക്ഷെ കട്ട മഴയായിപ്പോയി. ഇപ്പം നമ്മൾ നടു റോഡിൽ ബാക്കിയാണ്, കണ്ടില്ലേ? ഈ ഒഴുകിപ്പോകുന്ന വെള്ളം മൊത്തം ഡ്രെയിനേജിലെ വേസ്റ്റ് വെള്ളമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മൊത്തം ഓവർഫ്ലോ ആയി പോവുകയാണ്. ഇതിലൂടെയൊക്കെ വണ്ടി ഓടിക്കാനേ പറ്റത്തില്ല. ഇപ്പോൾ ഞാനുള്ളത് ബാംഗ്ലൂർ പാലസിലാണ്. സംഭവം എന്ന് വെച്ചാൽ ഒന്ന് ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങിയത്, പക്ഷേ കട്ട മഴയാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി. പക്ഷേ എന്നാലും മാക്സിമം ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂടെയുള്ള റൌഫ് ആദ്യമായിട്ടാണ് ബാംഗ്ലൂരിലോട്ട് വരുന്നത്. അപ്പം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്തൊക്കെ വന്ന് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇവന് കാണണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ അവൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നത് ഞാനെപ്പോഴാണ് പറഞ്ഞതെന്ന്. സംഭവം എന്ന് വെച്ചാൽ റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് മഴയൊന്നും കാര്യമായിട്ടില്ലായിരുന്നു. ഇവിടെ ഇറങ്ങിയപ്പോഴാണ് നല്ല മഴ ആയി തുടങ്ങിയത്. ബാംഗ്ലൂർ സെൻട്രലിലെ ഈ ഒരു ബാംഗ്ലൂർ പാലസ് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥലം ആദ്യമായിട്ട് ജോൺ ഗാരറ്റ് എന്നൊരു ആളുടെ പേരിലായിരുന്നു ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നത്. ഈ ഒരു സ്ഥലം ഏകദേശം 1873 കാലഘട്ടത്തിൽ ചാമറാജ് ഒഡെയർ, 10ാമത്തെ ചാമറാജ് ഒഡെയറാണ് ഈ ഒരു സ്ഥലം പർച്ചേസ് ചെയ്തിട്ട് ഇംഗ്ലണ്ടിലെ വിൻസർ ക്ലാസർ ശൈലിയിൽ ഈ ഒരു പാലസ് ഇവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. 100 വർഷം പഴക്കമുള്ള ഇപ്പോഴത്തെ സെൻട്രൽ കോളേജ്, മുൻപ് സെൻട്രൽ ഹൈസ്കൂൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ഹൈസ്കൂളിലെ ആദ്യത്തെ പ്രിൻസിപ്പൽ ആയിരുന്നു ജോൺ ഗാരറ്റ്. അപ്പോൾ ഈ ഒരു ജോൺ ഗാരറ്റിൻ്റെ സമാധിയാണ് നന്ദി ഹിൽസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നന്ദി ഹിൽസിൽ ജോൺ ഗാരറ്റിൻ്റെ വൈഫായ സോഫിയ ഗാരറ്റും ജോൺ ഗാരറ്റിൻ്റെ സമാധി നന്ദി ഹിൽസിൽ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. 1873 ഈ ഒരു പാലസിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി ബൈ ചെയ്ത ശേഷം 2013 വരെ ഏകദേശം 3 രാജാക്കന്മാർ, മൈസൂരിലെ ഒഡെയർ വംശത്തിൽ ചേർന്ന 3 രാജാക്കന്മാരാണ് ഈ ഒരു പാലസിൽ വെച്ച് അന്തരിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മഴയത്തും ഈ ഒരു പാലസ് കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. ബാംഗ്ലൂരിൽ ഒന്നാമത് തണുപ്പാണ്, മഴയും കൂടെ വന്നപ്പം തണുപ്പ് ഒന്നും കൂടെ കൂടി. ബാംഗ്ലൂരിൽ മഴ പെയ്താൽ നമ്മളെ മടുപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഡ്രെയിനേജിലെ വാട്ടർ ഓവർഫ്ലോ ആയി പോയിട്ട് റോഡ് മൊത്തം എല്ലാം വാട്ടർ മിക്സ്ഡ് ആയിരിക്കും. ഡ്രെയിനേജിൽ വരുന്ന ആ ഒരു വെള്ളവും മഴവെള്ളം മിക്സ്ഡ് ആയിരിക്കും. അങ്ങനെ റൈഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അധികം നേരം നിന്ന് നമുക്ക് ആ ഒരു മടി ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അധികം നേരം നിൽക്കാതെ നേരെ അവിടെ നിന്ന് പുറപ്പെട്ടു. അത്യാവശ്യം കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് വന്നത് അതൊക്കെ പർച്ചേസ് ചെയ്ത് നേരെ നമ്മൾ ബാംഗ്ലൂർ വിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്.